മിനിസ്റ്റർ ഈ തുടർച്ചയായിട്ട് ഈ മന്ത്രിമാറ്റ ചർച്ചകൾ അത് തള്ളിപ്പോകുന്നു. പക്ഷെ ഇങ്ങനെ ഈ മിനിസ്റ്റർക്ക് നേരെ നിരന്തരം ഇങ്ങനെ ഒരു നീക്കം വരുന്നൊരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ നീക്കം ഇല്ലല്ലോ. നമ്മൾ ഈ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം കേന്ദ്ര നേതൃത്വത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം CPM നേതാക്കന്മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശം ഇങ്ങോട്ട് വരണം. അതിൽ ചർച്ചയാകുന്നത് പിന്നെ ദിവസവും നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങളെപ്പോഴും ചോദിക്കും, അത് വരും. ആ തീരുമാനം വന്നാൽ അതിനുശേഷമാണല്ലോ മറ്റു കാര്യങ്ങളുള്ളൂ. അപ്പോൾ തീരുമാനം ഇതുവരെ ഔദ്യോഗികമായിട്ട് എത്തിയില്ല. അത് വരുന്നത് വരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അത് വന്നാൽ അത് എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുകയെന്ന് ആലോചിച്ച് പ്രായോഗികമായി അതിൻ്റെ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും പിളർപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതിൽ രണ്ട് തട്ടില്ല. ഒന്നാമത്തെ ഒരാവശ്യം തോമസിനെ മന്ത്രിയാണ്. തോമസിനെ മന്ത്രിയാക്കുന്നതിനോട് പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ തോമസിൻ്റെ കാര്യത്തിൽ അത് നിർവഹിക്കേണ്ട മുഖ്യമന്ത്രിക്ക് റിസർവേഷനുണ്ട്. അത് അദ്ദേഹം നമ്മളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നം അല്ല. NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാന്നല്ല തീരുമാനിക്കുന്നത്. NCPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ആരാണ് വരുന്നത്, അതിനകത്ത് മുഖ്യമന്ത്രിക്കും ഒരു റോളുണ്ട്, പാർട്ടിക്കും അധികാരമുണ്ട്, മുഖ്യമന്ത്രിക്കും ഒരു റോളുണ്ട്. മറ്റേത് അത് NCP കാര്യം മാത്രമല്ലല്ലോ. മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മുന്നണിയുടെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും കാര്യമാണ്. അപ്പോൾ അത് ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ളൊരു മെക്കാനിസം വർക്ക് ചെയ്യാറുണ്ട്. ആ മെക്കാനിസത്തിൽ ചില വ്യത്യാസം ആണിപ്പം വന്നിട്ടുള്ളത്. ആ വ്യത്യാസം സംബന്ധിച്ച ചർച്ചകളാണ് നടത്തിയത്. അതിനുള്ള മതിയായ കാരണം അദ്ദേഹത്തിൻ്റെതായ കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, അഖിലേന്ത്യാ നേതൃത്വത്തോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകുക. അഖിലേന്ത്യാ നേതൃത്വത്തോട് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അതിനൊക്കെ ആലോചിച്ചിട്ടെത്തിയില്ല. അപ്പോൾ ചർച്ചയിലൂടെ അത് പരിഹാരം കാണും. അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഈ മെക്കാനിസത്തിൽ മാറ്റം വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അല്ല, മെക്കാനിസത്തിൽ മാറ്റം നമ്മൾ മനസ്സിലാക്കാൻ വിട്ടുപോയതാണ്. മുഖ്യമന്ത്രിക്കും ഒരു റോളുണ്ട് എന്നുള്ളത് നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ചത് പാർട്ടിക്ക് മാത്രം, പാർട്ടിക്കാണ്. പക്ഷേ ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയല്ല. മുഖ്യമന്ത്രിയും കൂടി ഉൾക്കൊള്ളുന്ന തീരുമാനങ്ങളും വികാരവുമാണ്. അതാണ് പൊതു തീരുമാനമായി വരാറ്. അത്രയേ ഉള്ളൂ. അല്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തോട് ആരാഞ്ഞ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തിരുത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു വാശിയുമില്ല. അല്ല, ആകാൻ പോകുന്ന ആളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നടത്തിയത്. അല്ലാതെ AK ശശീന്ദ്രനെ സംരക്ഷിക്കാൻ കെ തോമസിനെ മന്ത്രിയാക്കുകയില്ല എന്നുള്ളൊരു നിലപാടല്ല. ഞാൻ മന്ത്രിസഭയിൽ തുടർന്നുകൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാത്ത ആളാണ് മുഖ്യമന്ത്രി. അല്ല, മറ്റൊന്ന് മിനിസ്റ്ററെ, ഈ ഒരാൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരാള് അയാളെ മാറ്റണം എന്താണ്? അത് അവർക്ക് അഭിപ്രായം പറയാലോ. ആർക്കും ഒരു മന്ത്രിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയാം, പാർട്ടിക്ക് അഭിപ്രായം പറയാം, പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ അദ്ദേഹത്തിന് എന്നെ സംരക്ഷിക്കണമെന്നൊരു വാശിയുടെ പുറത്താണ് എന്ന നിലക്കുള്ളൊരു പ്രചരണം വളരെ പതുക്കെ കടന്നു വരുന്നതുകൊണ്ടാണ്. അങ്ങനൊരു വാശിയും ഒരു നിർബന്ധവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് മന്ത്രി മാറ്റം സംബന്ധിച്ച് NCP ഉദ്ദേശിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, റിസർവേഷൻസ് ഉണ്ട്. അങ്ങനെ റിസർവേഷനുള്ളൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഒരാളുടെ മന്ത്രിസഭയിൽ അടിച്ചേൽപ്പിക്കുന്നത് സാധിക്കില്ല. അതാണ് യാഥാർത്ഥ്യം. യോഗം വിളിച്ചുകൂട്ടി ചർച്ച നടത്തേണ്ട കാര്യമൊന്നുമില്ല. അവിടെയാണ് അല്ല, അദ്ദേഹത്തിന് ചിലപ്പോൾ എല്ലാവരെയും അഭിപ്രായം അറിയുന്നത് നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യം പെട്ടെന്ന് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിന് വിട്ടുകൊടുത്തൊരു കാര്യത്തിൽ
പിന്നെ ജില്ലയിലായാലും സംസ്ഥാനത്തായാലും വീണ്ടും അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി, അഭിപ്രായ പ്രകടനത്തിന് വേണ്ടി ഒരു ചർച്ച നടത്തുക. അത്തരം ചർച്ചകളാണ് ദൗർഭാഗ്യവശാൽ വാർത്തയായി വന്നുപോയത്. അല്ല അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. മനസ്സിലായി. അതിനൊക്കെ പലപ്പോഴും നേതൃത്വം ഈ പി സി ചാക്കോ പക്ഷമൊക്കെയാണ്. അത് പക്ഷമില്ല. അത് തോമസ് കെ തോമസിനെ മറയാക്കുകയാണോ? അല്ല, പിന്നെ അത് വേറെയാണല്ലോ. ഇപ്പം നമ്മുടെ മുമ്പിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് പാർട്ടി പ്രവർത്തകർ ചർച്ച ചെയ്തത്. കാരണം ആവശ്യമല്ല, അദ്ദേഹത്തിന് ഒരു അവസരം നൽകണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൻ്റെ സാധ്യത നമ്മൾ പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ആ സാധ്യതയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസംതൃപ്തി, അസന്തുഷ്ടി ഞങ്ങളെ അറിയിച്ചത്. അതിൻ്റെ കാര്യം നമ്മൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. കേന്ദ്ര നേതൃത്വം അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് CPI-Mൻ്റെ കേന്ദ്ര നേതൃത്വമായി അവിടെ നടത്തിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളെ പിന്നീട് അറിയിക്കാനാണ്. ആ ചർച്ച കഴിഞ്ഞ 17-ാം തീയതിയേ നടന്നിട്ടുള്ളൂ. അതിനിടയിൽ ഇങ്ങനെ കമ്മിറ്റികൾ കൂടുകയും ആലോചന നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുമ്പോൾ അത് താഴെയുള്ള തലങ്ങളിൽ അത് ചർച്ചാ വിഷയമാകും. അത്തരമൊരു ചർച്ച ഒഴിവാക്കുന്നതായിരുന്നു നല്ലത് എന്നുള്ളൊരു അഭിപ്രായമുള്ളൂ. അത് തെറ്റാന്നൊന്നും ഞാൻ പറയില്ല. കാരണം അദ്ദേഹം കരുതി കാണുന്ന പാർട്ടി അണികളുടെ കഴിയുന്നത്ര അണികളെ അറിയിച്ചുകൊണ്ടുള്ളൊരു ചർച്ചയായിരിക്കും നല്ലത് എന്ന എന്തെല്ലാം കാഴ്ചപ്പാടുകളുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനടുത്ത്, പക്ഷെ അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതെൻ്റെ അഭിപ്രായം അതായിരുന്നു. എന്നാൽ അതാണ് കൂടുതൽ ഈ വാർത്തകൾ ചാനലുകളിൽ, മാധ്യമങ്ങളിലും സ്ഥാനം പിടിക്കാൻ ഇടയായത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മറ്റൊരു കാര്യം, ഈ വന്യജീവി സംഘർഷത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് കാലതാമസം വരുന്നുണ്ടോ? ഈ ബത്തേരി ഒരു രാജു എന്ന് പറഞ്ഞൊരു വ്യക്തി കാട്ടാനാക്രമണം. അല്ല, അത് ദയവായി മാധ്യമങ്ങളിൽ ഈ വനം വകുപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശത്രുവാണെന്നുള്ള നിലക്ക് ഞങ്ങൾ കാണുന്നത്. എന്താണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള മാനദണ്ഡം? 10 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ തുക പൂർണ്ണമായും ഒരാൾക്ക് കൊടുക്കാൻ ഒക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നീടാണ് പിന്തുടർച്ചാവകാശം സംബന്ധിച്ച തർക്കം. അവകാശികൾ പിന്നീട്, അന്നെല്ലാവരും വലിയ അനുകമ്പയും കാര്യം, നമ്മളെ മുമ്പിൽ ധാരാളം അനുഭവമുണ്ട്. യഥാർത്ഥ അവകാശം ഞാനാണെന്നും എനിക്കത് കിട്ടിയില്ലെന്നും എന്ന് പറഞ്ഞ നിരവധി കേസുകൾ വന്നപ്പോൾ ആ കേസിൽ പെട്ടുപോകുന്നത് പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അതിനാണ് വനംവകുപ്പിൽ മാത്രമല്ല, പിന്തുടർച്ചാവകാശം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് മാത്രമേ എല്ലാ വകുപ്പിൽ നിന്നും അനന്തരാവകാശികൾക്കുള്ള അവകാശം കിട്ടുകയുള്ളൂ. അപ്പോൾ തുക പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് 2 ഗഡുവായി കൊടുക്കാതെ വരുന്നത്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ 1-ാം ഗഡു കൊടുത്തു തീർക്കാത്ത ആരുമില്ല. 90% ആളുകൾക്കും 2-ാം ഗഡു കൊടുത്തു. ബാക്കി 10% രേഖകൾ ഹാജരാക്കുന്ന മുറക്കാണ് കൊടുക്കേണ്ടത്. അത് ഗൺ പോയിന്റിൽ നിർത്തി ജില്ലാ കളക്ടറെയും ഫോറസ്റ്റ് ഓഫീസർ വെച്ച് കഴിഞ്ഞാൽ ഈ യഥാർത്ഥ അവകാശി ഞാനാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുമായി ഒരാൾ വന്ന് എന്ത് ചെയ്യും? ആ ഒരു നിയമപരമായ യുക്തിയെപ്പോലും ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ അതിന് പ്രോത്സാഹനം നൽകുന്നത് ദയവായി വനം വകുപ്പിനോട് മാത്രമേ, അതങ്ങനെയല്ല അതിൻ്റെ നടപടിക്രമം. അതല്ലാതെ എന്തെങ്കിലും തെറ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുണ്ട്? വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും വനം വകുപ്പും നിങ്ങളുടെ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശത്രുവാണ് എന്ന് ദയവായി. ഇപ്പം തന്നെ എന്താ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നുണ്ട്. ആ ഭേദഗതി ബില്ല് എന്താണ്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മതാധികാരം കൊടുത്തു. നിലവിലുള്ള നിയമം എന്താണെന്ന് അവർ പറയട്ടെ. ഇപ്പോഴത്തെ ഭേദഗതി ദോഷകടന്ന നിലവിലുള്ള നിയമം എന്താണ്? നിലവിലുള്ള നിയമം അനുസരിച്ച് എനി ഫോറസ്റ്റ് ഓഫീസർ ക്യാൻ ടേക്ക് നെസസറി ആക്ഷനാണ്. നമ്മളിപ്പോൾ ഇത് മാറ്റി എനി ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞാൽ വാച്ചറാണ്. ഈ ഭേദഗതി വാച്ചർക്ക് അധികാരമില്ല എന്നാണ്. 2, ഇപ്പോൾ മാനദണ്ഡങ്ങളൊന്നുമില്ല. അറസ്റ്റ് ചെയ്യുന്നതിന് കസ്റ്റഡി എടുക്കുന്ന ചോദ്യം. അതിന് നമ്മളിപ്പോൾ ഈ ഭേദഗതിയിൽ കൊണ്ടുവന്നത് CRPC അനുസരിച്ചുള്ള പുതിയ പേരാണ് ഇപ്പോൾ അതിന്. ഭാരതീയ ന്യായ സംവിധാനം കിട്ടുന്നില്ല. സംഹിത അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടല്ലാതെ ഒരാളെയും കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ പാടില്ല എന്ന നിർബന്ധം ആർക്കാണ്? ഉദ്യോഗസ്ഥന്മാർക്കാണ് നിയന്ത്രണം ഏർപ്പെടുന്നത്. അവരുടെ നിയന്ത്രണമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിട്ട് കൊണ്ട് വന്ന ഭേദഗതിയെ ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള അധികാരമായി വ്യാഖ്യാനിക്കുന്നതും അതിന് പ്രചാരം കൊടുക്കുന്നതും ദൗർഭാഗ്യകരമാണ്. അതിൽ നിന്ന് പിന്തിരിയണം. നെക്സ്റ്റ് ഇതൊക്കെയാണെങ്കിലും ഒരു ബില്ല് കൊണ്ടുവന്ന് അതിനെപ്പറ്റി ആശങ്കയുണ്ടാകും, തെറ്റിദ്ധാരണ ഉണ്ടാകും, അഭിപ്രായം ഉണ്ടാകും. ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. പൊതു സ്വത്താണിപ്പത്. ആ അഭിപ്രായം പറയാനും ഗവൺമെൻറ്റിനെ സമീപിക്കാനും രേഖാമൂലം എഴുതി തരാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആരെങ്കിലും തന്നാൽ വലുപ്പ ചെറുപ്പം നോക്കാതെ അവരുമായി ചർച്ച ചെയ്ത് സംശയങ്ങൾ ദൂരീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. അതുകൊണ്ട് ദയവായി തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ മലയോര കർഷകരുടെ മനസ്സിൽ
തീ കോരിയിട്ട് അവരെ ഗവൺമെൻറ് സർക്കാർ വിരുദ്ധ ചേരിയിലേക്ക് നയിക്കുന്ന ശ്രമങ്ങളിൽ നിന്നും ഉത്തരവാദപ്പെട്ടവർ പിൻവാങ്ങണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.